Hi friends, welcome to Once. So, in this session, 2019 scheme KTU S4 KTU question paper solution program. We will do analog circuits in the subject. ECT 202 ആണ് code. അതിലെ module 4 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Already 3 module discuss ചെയ്തിട്ടുണ്ട്. So അത് കാണാത്തവർ ആ വീഡിയോസ് കാണുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് module 4 ആണ്. Okay. So നമ്മൾ questions discuss ചെയ്യുന്നതിന് മുൻപ് module 4 ന്റെ syllabus KTയുടെ syllabus ഒന്ന് നോക്കാം. So module 4 ൽ രണ്ട് sections ആണുള്ളത്. Feedback amplifier ഉം oscillator. Okay. So feedback amplifiers ൽ effect of positive and negative feedback on gain, frequency response and distortion. Then 4 topologies ഉണ്ട്. 4 basic feedback topologies. Then analysis of discrete BJT circuits in voltage series and voltage shunt feedback topologies, voltage gain, input, output impedance. ഇത്രയും സെക്ഷൻ ആണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ വരുന്നത്. ഓക്കെ, ദെൻ ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. വാട്ട് ഈസ് എ ക്രൈറ്റീരിയ, ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ, ബാർക്കോസൻ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ വരുന്നുണ്ട്. ദെൻ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഡിസൈൻ ഇക്വേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ അനാലിസിസ് ഓഫ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് സെക്ഷനിൽ വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ സിലബസ്. രണ്ട് സെക്ഷനാണ്, ഫീഡ്ബാക്ക് ആംപ്ലിഫയറും ഓസിലേറ്റർ സെക്ഷനും. സോ ഇതിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഈ 4th മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in spite of reduction in gain, negative feedback is preferred for amplifiers. Justify the statement. അതായത് ഗെയിൻ കുറഞ്ഞാലും, ശരിക്കും ഒരു ആംപ്ലിഫയറിന് വേണ്ട ഒരു മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്താണ്? നല്ലൊരു ഗെയിൻ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത് കുറഞ്ഞാലും ചില പ്രത്യേക അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് എവിടെ യൂസ് ചെയ്യുന്നത്? ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾക്ക് കാണാം. നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ബ്ലോക്ക് ഡയഗ്രം കാണാം. സോ ദിസ് ഈസ് അവർ ആംപ്ലിഫയർ സെക്ഷൻ. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് എടുക്കുകയാണ്? ഫീഡ്ബാക്ക് എടുത്തിരിക്കുകയാണ്. സോ ദർ ഇസ് എ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇൻപുട്ട് സൈഡിൽ ദർ ഇസ് എ മിക്സർ. ഇൻപുട്ട് സൈഡിൽ എന്തുണ്ട്? മിക്സർ ഉണ്ട്. സോ ഇൻപുട്ടിൽ ചെയ്യുന്ന എന്താണ്? നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്ടും ഫീഡ്ബാക്ക് സിഗ്നലും കൂടെ എന്ത് ചെയ്യാണ്? മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. മിക്സിംഗ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. സോ മിക്സിംഗ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ പൊളാരിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക, പ്ലസ് മൈനസ് ആണ് ഫീഡ്ബാക്ക്. ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അതേസമയം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലോ ഇൻപുട്ടും ഫീഡ്ബാക്ക് സിഗ്നലും എന്താണ്? സെയിം ഫേസ് ആണ്. സോ പ്ലസ് പ്ലസ് എന്നാണ് വരിക. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കിനെ കുറിച്ചാണ്. അതുകൊണ്ട് പ്ലസ് മൈനസ്, ദാറ്റ് മീൻസ് ദർ ഇസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 180 ഡിഗ്രി ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഫീഡ്ബാക്ക് സിഗ്നൽ. ഓക്കെ, സോ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയറിന്റെ ഗെയിൻ റെഡ്യൂസ് ആവും. ഓക്കെ, സോ ഈ ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ വാല്യൂ എന്ത് ചെയ്യും? റെഡ്യൂസ് ആവും. സോ ദ എക്സ്പ്രഷൻ ഫോർ ഗെയിൻ ആഫ്റ്റർ ഫീഡ്ബാക്ക് ഇൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് AF is equal to A divided by 1 plus ABT ആണ് ഇതിന്റെ ഗെയിനിന്റെ എക്സ്പ്രഷൻ. നേരത്തെ A ഗെയിൻ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തായി? ഡിവൈഡ് ബൈ 1 plus ABT ആയിട്ട് ഗെയിൻ എന്ത് ചെയ്തു? കുറഞ്ഞു. പക്ഷേ ഈ ഗെയിൻ കുറഞ്ഞാലും ഇൻ സ്പൈറ്റ് ഓഫ് റിഡക്ഷൻ ഇൻ ഗെയിൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് പ്രിഫേർഡ് എന്നാണ് പറയുന്നത്. സോ അതിനുള്ള റീസൺ എന്ത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്താണ്? അതാണ്. സോ ഈ 1 plus ABT ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടേം. 1 plus ABTനെ നമ്മൾ ഡീസെൻസിറ്റിവിറ്റി ഫാക്ടർ എന്നാണ് പറയുക. 1 plus ABT ഈസ് കോൾഡ് ഡീസെൻസിറ്റിവിറ്റി ഫാക്ടർ. നിങ്ങൾ ഏത് ടേം എടുത്താലും നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം? ഈ 1 plus ABT കാണാം. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ഡീസെൻസിറ്റിവിറ്റി ഫാക്ടർ. ഓക്കെ, സോ ഗെയിൻ കുറഞ്ഞു, പക്ഷെ എന്ത് അഡ്വാൻറ്റേജ് ആണ് എക്സ്ട്രാ നെഗറ്റീവ് ഫീഡ്ബാക്കിനുള്ളത്? അപ്പൊ നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് നമ്മൾ ആൾറെഡി പറഞ്ഞാണ്. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. ഫീഡ്ബാക്ക് എനർജി ഈസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദി ഇൻപുട്ട് സിഗ്നൽ. ആ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അത് അഡ്വാൻറ്റേജ് അല്ല, അതൊരു പോയിന്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തതാണ്. ദെൻ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ഡിക്രീസസ് എന്നുള്ളത് നമ്മൾ ആൾറെഡി പറഞ്ഞു. ഗെയിൻ കുറയുന്നു. ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് ഗെയിൻ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ഗെയിൻ സ്റ്റെബിലിറ്റി ഇൻക്രീസസ് എന്നുള്ളതാണ്
അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഗെയിൻ ആഫ്റ്റർ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഗെയിൻ ബിഫോർ ഫീഡ്ബാക്ക് ഡിവൈഡ് ബൈ 1 + a ബീറ്റ. അതിനും ഒരു ഡെറിവേഷൻ ഉണ്ട്. ദെൻ നോയ്സ് ആൻഡ് ഡിസ്റ്റോർഷൻ ഡിക്രീസസ്, അതായത് നോയ്സ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഡിക്രീസ് ചെയ്യുന്നു. അതും ഈ ഒരു 1 + a ബീറ്റ എന്നുള്ള ഫാക്ടർ വെച്ചിട്ടാണ് കുറയുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട പോയിന്റ് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾ മെയിൻലി നോട്ട് ഡൗൺ ചെയ്യേണ്ടത്. അതായത് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈസ് എ കോൺസ്റ്റന്റ്. അതൊരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത്, ആ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മളിവിടെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്തു. ഗെയിൻ എന്താ ചെയ്തത്? 1 + a ബീറ്റ എന്നുള്ള ഫാക്ടർ വെച്ച് കുറച്ചു. അപ്പൊ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യണം? ബാൻഡ് വിഡ്ത്ത് ഷുഡ് ഇൻക്രീസ് ബൈ ദിസ് സെയിം ഫാക്ടർ. അപ്പൊ പുതിയ ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും? ന്യൂ ബാൻഡ് വിഡ്ത്ത് ആഫ്റ്റർ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത് ആഫ്റ്റർ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാൻഡ് വിഡ്ത്ത് ബിഫോർ ഫീഡ്ബാക്ക് ഇൻറ്റു ആയിരിക്കും 1 + a ബീറ്റ വരുന്നത്. നേരത്തെ ഗെയിൻ കുറഞ്ഞു, ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ആക്കണം. സോ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യണം? ഇൻറ്റു 1 + a ബീറ്റ ആണ്. അതാണ് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റിഫൈ ചെയ്യേണ്ടത്, പ്രിഫർ ചെയ്യാനുള്ള റീസൺ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു മെയിൻ റീസൺ ആയിട്ട് പറയാം. ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ തന്നെയാണ് ബാൻഡ് വിഡ്ത്ത്. ദെൻ നോയ്സ് ഡിസ്റ്റോർഷൻ കുറയുന്നു എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ അതിന്റെ ഗെയിൻ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതും അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, സോ ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ ഇതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഐ തിങ്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ എന്താണ് ഇത് പ്രിഫർ ചെയ്യാനുള്ള റീസൺ എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി പാർട്ട് എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ബാർഖോസൻ ക്രൈറ്റീരിയ, ഹൗ ഇറ്റ് ഈസ് അച്ചീവ്ഡ് ഇൻ വീൻബ്രിഡ്ജ് ഓസിലേറ്റർ. സോ ഓസിലേറ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? സസ്റ്റെയിൻഡ് ഓസിലേഷൻ. നമ്മളിപ്പോൾ ഒരു ഓസിലേറ്റർ വെച്ചൊരു വേവ് ഫോം ജനറേറ്റ് ചെയ്യുകയാണെങ്കിലും ആ ജനറേറ്റ് ചെയ്യുന്ന വേവ് ഫോമിൻ്റെ, ഇപ്പോൾ നമുക്കൊരു സൈനസോഡൽ ഓസിലേറ്റർ ആണെങ്കിൽ ആ സൈനസോഡൽ ഓസിലേറ്ററിൽ നമുക്ക് എന്താണ്? ഒരു സൈൻ വേവ് ആണ് കിട്ടുക. പക്ഷേ ഈ സൈൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം? ഏത് ടൈം നമ്മൾ എടുത്താലും ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം, ഫിക്സ്ഡ് ആയിരിക്കണം. ഓക്കെ, സോ ഇങ്ങനത്തെ ഓസിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ. ഇങ്ങനത്തെ ഓസിലേഷൻ നമ്മൾ എന്താ വിളിക്കുക? സസ്റ്റെയിൻഡ് ഓസിലേഷൻ. സോ സസ്റ്റെയിൻഡ് ഓസിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഡാംപ്ഡ് ആണ് അല്ലാത്തത്. അതായത് കുറച്ച് ടൈം പോകും തോറും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ഡാമ്പ് ചെയ്ത് 0 ആവുകയാണെങ്കിൽ ഡാംപ്ഡ് ഓസിലേഷൻ. അത് സസ്റ്റെയിൻഡ് അല്ല. സോ വി നീഡ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ. So for sustained oscillation, an oscillator should follow some criteria, and that criteria is called Barkhausen criteria. അതായത് ബാർഖോസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം ആര്? ഓസിലേറ്റർ. എന്തിനാ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? സസ്റ്റെയിൻഡ് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ വാട്ട് ഈസ് മീൻ ബൈ ബാർഖോസൻ ക്രൈറ്റീരിയ? അത് സ്റ്റേറ്റ് ചെയ്യാനാണ് അവർ ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബാർഖോസൻ ക്രൈറ്റീരിയയിൽ 2 പോയിന്റ് ആണ് അവർ പറയുന്നത്. സോ നമുക്കത് സ്റ്റേറ്റ് ചെയ്യാം. നിങ്ങൾ എഴുതേണ്ട പോയിന്റ് ഇതാണ്: എ ബീറ്റ ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് എ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിന്റെ ഗെയിന്, ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഫാക്ടർ. എ ബീറ്റനെ കളക്റ്റീവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലൂപ്പ് ഗെയിൻ. സോ ലൂപ്പ് ഗെയിൻ ഈസ് ഈക്വൽ ടു 1. അത് മാഗ്നിറ്റ്യൂഡ് വൈസ്. ദെൻ എ ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആംഗിൾ 0 ഡിഗ്രി, അല്ലെങ്കിൽ എ ബീറ്റ ഈക്വൽ ടു 1 ആംഗിൾ 360 ഡിഗ്രി എന്നാണ് ആക്ച്വലി ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതായത് ലൂപ്പ് ഗെയിൻ 1 ആയിരിക്കണം. ലൂപ്പ് ആംഗിൾ, നമ്മൾ ആ മൊത്തത്തിലുള്ള ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ലൂപ്പ് ആംഗിൾ എത്ര ആയിരിക്കണം? 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മുടെ ഓസിലേറ്റർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഈ കണ്ടീഷൻ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഓസിലേറ്ററിൽ. സോ ഗെയിനിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, എ എഫ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ബീറ്റ ആണ്. സോ ഫോർ ആൻ ഓസിലേറ്റർ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. ഗെയിൻ ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്റർ ടേം എന്താവണം? 0 ആവണം. സോ ഡിനോമിനേറ്റർ ടേം 0 മീൻസ് എ ബീറ്റ ഈക്വൽ ടു 1. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ബാർഖോസൻ ക്രൈറ്റീരിയ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ലൂപ്പ് ആംഗിൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ലൂപ്പ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും സെയിം ഫേസ് ആണ്. സമ്മർ അല്ലെങ്കിൽ മിക്സറിൽ ഡയറക്റ്റ് സമ്മേഷൻ ആണ് നടക്കുന്നത്. സോ ഇതാണ് നിങ്ങൾ ബാർഖോസൻ ക്രൈറ്റീരിയ ആയിട്ട് എഴുതേണ്ടത്. ഇനി വീൻബ്രിഡ്ജ് ഓസിലേറ്ററിൽ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വീൻബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസിലേറ്റർ ക്ലാസിഫിക്കേഷനിൽ ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ് വീൻബ്രിഡ്ജ് ഓസിലേറ്റർ. RC ഫേസ് ഷിഫ്റ്റ് വീൻബ്രിഡ്ജ്. ഓക്കെ, സോ വീൻബ്രിഡ്ജിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ദിസ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രം ഫോർ വീൻബ്രിഡ്ജ്.
ഇത് നിങ്ങൾ വരയ്ക്കണമെന്നില്ല. ഇതാണ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിൽ ഈ ഒരു സെക്ഷൻ ആണ് നമ്മളെ വീൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ബ്രിഡ്ജ്. ദർ ഇസ് എ സീരീസ് RC and there is a parallel RC. ഒരു സീരീസ് RC നെറ്റ്വർക്കും ഉണ്ട്, ഒരു പാരലൽ RC നെറ്റ്വർക്കും ഉണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് F is equal to 1/2 RC ആണ് ഇതിന്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ. ഇത് അനാലിസിസ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ അനാലിസിസിൽ നമ്മൾ ബാർക്കോസൺ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. സോ നമുക്ക് കിട്ടുന്ന ഗെയിനിന്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആണ് ഗെയിനിന്റെ വാല്യൂ 3. ബീറ്റയുടെ വാല്യൂ ബാർക്കോസൺ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീറ്റ വാല്യൂ എത്രയായിരിക്കണം? 1/3. ബീറ്റയുടെ വാല്യൂ എത്രയായിരിക്കണം? 1/3. നിങ്ങൾ നോക്കിയേ, എ ബീറ്റ നോക്കിയേ, 3 × 1/3 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ ഡിസൈൻ ചെയ്യുക. ആംപ്ലിഫയർ സെക്ഷൻ വിത്ത് ഗെയിൻ A = 3 ആൻഡ് ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ ഈസ് 1/3. ഇതാണ് സ്പെസിഫൈ ചെയ്ത് വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡിസൈൻ വാല്യൂ. ഓക്കെ, സോ ജസ്റ്റ് വേണമെങ്കിൽ ഡയഗ്രാം വരയ്ക്കാം, 3 മാർക്കേ ഉള്ളൂ. സോ ഡയഗ്രാം വരയ്ക്കണമെന്നില്ല. വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററും അതിൻ്റെ ഒരു ബാർക്കോസൺ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഈ വാല്യൂസ് നിങ്ങൾ എന്തായാലും എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് പാർട്ട് എ എന്ന് ചോദിച്ചിട്ടുള്ള 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ പാർട്ട് ബിയിലേക്ക് കിടക്കുകയാണ്. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ essay ക്വസ്റ്റ്യൻസ് ആണ്. 14 മാർക്കാണ്. അതിൽ ഓവർ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്, ഡിറൈവ് ദി ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഗെയിൻ ഓഫ് വോൾട്ടേജ് സീരീസ്. ഒരു പർട്ടിക്കുലർ ടോപ്പോളജി അവർ പറഞ്ഞിട്ടുണ്ട്, വോൾട്ടേജ് സീരീസ്. സോ വോൾട്ടേജ് സീരീസിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഗെയിൻ, ഈ 3 പാരാമീറ്റേഴ്സും കാൽക്കുലേറ്റ് ചെയ്യാം. ഡ്രോ ആൻ എക്സാമ്പിൾ സർക്യൂട്ട് ആൻഡ് ഡിറൈവ് ദ സെയിം സർക്യൂട്ട് ഫ്രം ദി ഇക്വലന്റ് സർക്യൂട്ട്. അതായത് ഇതിന്റെ ഡെറിവേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്, ഈ 3 പാരാമീറ്ററിന്റെയും ഡെറിവേഷൻ. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വോൾട്ടേജ് സീരീസിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കുക, ബ്ലോക്ക് ഡയഗ്രാം സ്കീമാറ്റിക് വരയ്ക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ സ്കീമാറ്റിക് കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് വോൾട്ടേജ് സീരീസ്. വോൾട്ടേജ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേറെ പേരെന്താണ്? സീരീസ് ഷണ്ട്. ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് സാമ്പിൾ ചെയ്യുന്നു. എങ്ങനെ സാമ്പിൾ ചെയ്യുന്നു? ഷണ്ടായിട്ട്, പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടിൽ നിന്ന് വോൾട്ടേജ് സാമ്പിൾ ചെയ്യുന്നു. ഇൻപുട്ടിൽ മിക്സിംഗ് ആണ്. എന്ത് മിക്സിംഗ് ആണ്? സീരീസ് മിക്സിംഗ് ആണ് ഇൻപുട്ടിൽ നടക്കുന്നത്. സോ ഏതൊക്കെ തമ്മിലാണ് മിക്സ് ചെയ്യുന്നത്? നമ്മുടെ VS എന്ന് പറയുന്ന എക്സ്റ്റേണൽ സിഗ്നലും ഫീഡ്ബാക്ക് വഴി വരുന്ന ഫീഡ്ബാക്ക് സിഗ്നലും കൂടെ മിക്സ് ചെയ്യുന്നു. സോ നെറ്റ് ഇൻപുട്ട് VI എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഇൻപുട്ട് VI എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻപുട്ട് VS, നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്ട് VS മൈനസ് ഈ ഫീഡ്ബാക്കിൽ വരുന്ന ഫീഡ്ബാക്ക് സിഗ്നൽ ആണ് നമ്മുടെ നെറ്റ് ഇൻപുട്ട് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സെക്ഷൻ എന്താണ്? ഇത് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷൻ ആണ്. ഇത് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷൻ ആണ്. 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. അവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അതിൽ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ കാണിച്ചിട്ടുണ്ട്, VF/V0. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഒരു പോർഷൻ ആണ് ആക്ച്വലി എങ്ങോട്ട് വരുന്നത്? ഇൻപുട്ടിലേക്ക് വരുന്നത്. അതാണ് ബീറ്റ. ബീറ്റയുടെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് റേഞ്ചസ് ഫ്രം 0 to 1 ആണ് ബീറ്റയുടെ വാല്യൂ വരുന്നത്. ബീറ്റയുടെ വാല്യൂ എന്താ വരുന്നത്? 0 to 1 ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഗെയിന്, ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഈ 3 പാരാമീറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു എക്സ്പ്രഷൻ, നമുക്ക് ഇൻപുട്ട് സൈഡിൽ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് അറിയാം. ഓക്കെ, സോ ഇതിൽ ഞാൻ VI is equal to VS മൈനസ് VF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? VF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു എക്സ്പ്രഷൻ VF, ബീറ്റ ഈസ് VF/V0. സോ വാട്ട് ഈസ് VF? ബീറ്റ V0. സോ മൈനസ് ബീറ്റ V0 ആണ്. VAക്ക് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, സോ അതാണ് VAയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഗെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ വാട്ട് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? ഗെയിൻ ഇൻറ്റു ഇൻപുട്ട്. സോ AVI ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ A ഇൻറ്റു VI.
സോ വി ഐക്ക് ആൾറെഡി നമ്മുടെ കയ്യിൽ എക്സ്പ്രഷൻ ഉണ്ട്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഐ. സോ വാട്ട് ഈസ് വി ഐ? വി എസ് മൈനസ് ബീറ്റ വി നോട്ട്. സോ ഇതിൽ വി നോട്ട് ടേംസ് ഒരുമിച്ച് എഴുതാം. സോ വി നോട്ട് ടേംസ് ഞാൻ ഈ ബീറ്റ വി നോട്ടിനെ ഇങ്ങോട്ട് എടുത്തു. സോ വി നോട്ട് ഇൻറ്റു 1 പ്ലസ്, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് എടുക്കാൻ. സോ 1 പ്ലസ് എ ബീറ്റ ഇസ് ഈക്വൽ ടു എ വി എസ്. സോ വി നോട്ട് ബൈ വി എസ്, അതാണ് ഇതിന്റെ ഗെയിൻ. വി നോട്ട് ബൈ വി എസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വാട്ട് ഈസ് വി നോട്ട് ബൈ വി എസ്? വി നോട്ട് ബൈ വി എസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വി നോട്ട് ബൈ വി എസ്, വി നോട്ട് ബൈ വി എസ് ഇസ് ഈക്വൽ ടു എ ബൈ 1 പ്ലസ് എ ബീറ്റ. എ ബൈ 1 പ്ലസ് എ ബീറ്റ, ദാറ്റ് ഈസ് വി നോട്ട് ബൈ വി എസ്. സോ വാട്ട് ഈസ് വി നോട്ട് ബൈ വി എസ്? വി നോട്ട് ബൈ വി എസ് എന്താണ്? ഗെയിൻ ആണ്. സോ നമ്മൾ ഇതിന്റെ ഒരു പാരാമീറ്റർ കണ്ടുപിടിച്ചു. ഗെയിൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. ആ ഡെറിവേഷൻ ആണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ഡെറിവേഷൻ. വി നോട്ട് ബൈ വി എസ് ഈസ് എ ബൈ 1 പ്ലസ് എ ബീറ്റ. ഓക്കെ, സോ ഒരു പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ അതിന്റെ ഡെറിവേഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ചെയ്ത് നോക്കാം. ഇൻപുട്ട് ഇംപെഡൻസ് ചെയ്ത് നോക്കാം. ഇൻപുട്ട് ഇംപെഡൻസിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, സോ ഇൻപുട്ടിൽ സീരീസ് ആണ്. സോ ഇൻപുട്ട് ഇംപെഡൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, സോ ബിഫോർ ഫീഡ്ബാക്ക് ഇംപെഡൻസ് ഇൻറ്റു സം ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഫീഡ്ബാക്ക് ഇംപെഡൻസ് കിട്ടും. ആ റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. ഓക്കെ, സോ ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ്, അതായത് വി എസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ടിലേക്കുള്ള കറണ്ട്. ഇൻപുട്ടിലേക്കുള്ള കറണ്ട് എന്താണ്? ഐ ഐ. സോ വി എസ് ഡിവൈഡ് ബൈ ഐ ഐ. സോ ഈ വി എസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ കീപ്പ് ചെയ്തു. വി എസ് എന്ന് പറയുന്ന ടേം അതുപോലെ കീപ്പ് ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ഐ ഐ? ഐ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്കുള്ള ഈ ഒരു കറണ്ട് ആണ് ഐ ഐ. സോ ഈ ഐ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഐ ഡിവൈഡ് ബൈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് ആണ്. ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയർ ഇൻപുട്ട് വോൾട്ടേജും ഇംപെഡൻസും വെച്ച് നമുക്ക് എഴുതി കൂടെ? ദാറ്റ് ഈസ് വി ഐ ഡിവൈഡ് ബൈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് ആണ്. അതാണ് ഇവിടെ ഈ ഐ ഐക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തതാണ്. സോ ഈ ഡിനോമിനേറ്റർ ടേം സെഡ് ബി എന്നുള്ളത് ഇങ്ങോട്ട് പോയതാണ്. ഓക്കെ, സോ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷൻ എന്ത് വരും? വി എസ് ഇൻറ്റു സെഡ് ബി ഡിവൈഡ് ബൈ വി ഐ. സോ ഇത് ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. ഞാൻ അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പുട്ട് ചെയ്തു. ഓക്കെ, ദെൻ വാട്ട് ഈസ് നെറ്റ് ഇൻപുട്ട് ഇൻ ടു ദി ആംപ്ലിഫയർ? വി എസ് മൈനസ് വി എഫ്. നമുക്ക് അറിയാവുന്ന റിലേഷൻ ആണ്. ദാറ്റ് ഈസ് വി എസ് മൈനസ് വാട്ട് ഈസ് ബി എഫ്? ബി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ വി നോട്ട് ആണെന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് വി എസ് മൈനസ് ബട്ട് വാട്ട് ഈസ് ബീറ്റ വി നോട്ട്? വി നോട്ട് എന്താണ്? എ വി ഇൻറ്റു വി ഐ, ഗെയിൻ ഇൻറ്റു വി ഐ. ഓക്കെ, സോ ഇതിൽ നമ്മൾ വി ഐ ടേംസ് ഒരുമിച്ച് എഴുതി. സോ വി ഐ ഇൻറ്റു 1 പ്ലസ് എ വി ബീറ്റ, ഇത് ബീറ്റയാണ്. സോ 1 പ്ലസ് എ വി ബീറ്റ ഇസ് ഈക്വൽ ടു വി എസ് എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? വി എസ് എന്ന് എഴുതി. ഇനി നമുക്ക് ഈ വി എസ് എന്നുള്ള ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ഇക്വേഷനിൽ പുട്ട് ഓൺ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വി എസിന്റെ സ്ഥാനത്ത് ആ ഇക്വേഷൻ പുട്ട് ഓൺ ചെയ്യുക. അപ്പം എന്ത് വരും? സെറ്റ് ഐ ഈക്വൽ ടു വി എസ് ഇൻറ്റു സോറി വി എസിനാണ് നമ്മൾ പുട്ട് ഓൺ ചെയ്യാൻ പോകുന്നത്. സോ വി എസിൻ്റെ അവിടെ എന്ത് ചെയ്താൽ വി ഐ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ, 1 പ്ലസ് എ ബീറ്റ ഇൻറ്റു സെഡ് ബി ഡിവൈഡ് ബൈ വി ഐ. സോ വി ഐ ക്യാൻസൽ ചെയ്തു. സോ സെഡ് ഐ ഇസ് ഈക്വൽ ടു സെഡ് ബി ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ. അതായത് ഇൻപുട്ട് ഇംപെഡൻസ് എന്ത് ചെയ്യാണ്? 1 പ്ലസ് എ ബീറ്റ എന്നുള്ള ഫാക്ടർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഫീഡ്ബാക്കിന് മുന്നേ സെഡ് ബി ആണ് ഇൻപുട്ട് ഇംപെഡൻസ് എങ്കിൽ ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ദിസ് ഫീഡ്ബാക്ക് ദ ന്യൂ ഇൻപുട്ട് ഇംപെഡൻസ് ഈസ് പ്രീവിയസ് ഫീഡ്ബാക്കിന് മുമ്പേ ഉള്ള ഇൻപുട്ട് ഇംപെഡൻസ് ഇൻറ്റു എന്താണ്? 1 പ്ലസ് എ ബീറ്റ ആണ് വരുന്നത്. സോ ഇൻപുട്ട് ഇംപെഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഡെറിവേഷനിൽ വരുന്ന കാര്യം. സോ ഈ ഡെറിവേഷൻ നിങ്ങൾ എഴുതി വെക്കുക. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ടേം. ഇൻപുട്ട് ഇംപെഡൻസിന് എന്താ സംഭവിക്കുന്നത്? ഇനി ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ത് സംഭവിക്കുന്നു നോക്കാം. സോ ഷണ്ടാണ് ഔട്ട്പുട്ട് ഇംപെഡൻസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ ഔട്ട്പുട്ട് വോൾട്ടേജ്
വി നോട്ട് ഈസ് ഐ നോട്ട് ഇൻറ്റു ഔട്ട്പുട്ട് ഇംപിഡൻസ് മൈനസ് എന്താണ് ഔട്ട്പുട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഡ്രോപ്പ് മൈനസ് എന്താണ് അവിടെ ഉള്ള എ വി ഇൻറ്റു വി എഫ്. എ വി ഇൻറ്റു വി എഫ് എന്താണ് ഔട്ട്പുട്ട് സൈഡിൽ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, സോ അത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വാല്യൂ കിട്ടും. സോ ഐ നോട്ട് സെറ്റ് സി, ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഐ നോട്ട് സെറ്റ് സി ഇസ് ഈക്വൽ ടു വി നോട്ട് പ്ലസ് എ വി ഇൻറ്റു വി എഫ്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, സോ ഇതിന് വീണ്ടും ഒന്നും കൂടെ എഴുതുകയാണ്. വി നോട്ട് പ്ലസ് എ വി ഇൻറ്റു വി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ബീറ്റ വി നോട്ട് ആണ്. ബീറ്റ ഇതൊക്കെ ബീറ്റയാണ്. സോ ബീറ്റ വി നോട്ട്. സോ അതൊന്ന് വി നോട്ട് കോമൺ ആക്കി എടുത്തു. സോ വി നോട്ട് ഇൻറ്റു 1 പ്ലസ് എ വി ബീറ്റ എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഐ നോട്ട് ഇൻറ്റു സെറ്റ് സി. ഓക്കെ, സോ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വി നോട്ട് ബൈ ഐ നോട്ട് ആണ്. സോ ഈ റിലേഷൻ വി നോട്ട് ബൈ ഐ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് സി ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ എന്ന് പറഞ്ഞ ടേം ആയിരിക്കും കിട്ടുക. അതായത് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 1 പ്ലസ് എ ബീറ്റ. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് സ്കീമാറ്റിക് വരയ്ക്കുക, അതിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക, അതിനുശേഷം ഗെയിനിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, ഇൻപുട്ട് ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, ഔട്ട്പുട്ട് ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. സോ ഈ ക്വസ്റ്റ്യൻ 10 മാർക്കാണ്. സോ ബ്ലോക്ക് സ്കീമാറ്റിക് പ്ലസ് ഈ 3 ഡെറിവേഷനും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൽ എ പാർട്ടിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതിൽ ബി ക്വസ്റ്റ്യൻ 4 മാർക്കിന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ ആൻ ഓസിലേറ്റർ ടു ഒബ്റ്റെയിൻ സൈനുസോയിഡൽ വേവ് ഫോം ഓഫ് 1 മെഗാഹെർട്സ്. ഒരു 1 മെഗാഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ആ 1 മെഗാഹെർട്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റേഞ്ചിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കാം. നമ്മൾ നോർമലി ഓസിലേറ്ററിനെ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്നിങ്ങനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ 1 മെഗാഹെർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ഏത് ഓസിലേറ്ററിലേക്കാണ് നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ടത്? റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഉണ്ട്, ഹാർട്ട്ലി, കോൾപിറ്റ്സ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഒക്കെ യൂസ് ചെയ്യാം. സോ സിമ്പിളായിട്ട് നമുക്ക് സൈനസോഡൽ ഓസിലേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ഓസിലേറ്റർ യൂസ് ചെയ്യാം? വി ക്യാൻ യൂസ് ഹാർട്ട്ലി ഓസിലേറ്റർ. ഏത് ഓസിലേറ്റർ യൂസ് ചെയ്യാം? ഹാർട്ട്ലി ഓസിലേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ട്ലി ഓസിലേറ്ററിന്റെ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, സോ ഇതാണ് ഹാർട്ട്ലി ഓസിലേറ്ററിന്റെ ഡയഗ്രാം. സോ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷൻ. സോ ദിസ് ഈസ് അവർ ആംപ്ലിഫയർ സെക്ഷൻ ആൻഡ് ദിസ് ഈസ് അവർ ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ഫീഡ്ബാക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഹാർട്ട്ലി, കോൾപിറ്റ്സ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഹാർട്ട്ലി ആണെങ്കിൽ 2 ഇൻഡക്ടർ ആയിരിക്കും ഉണ്ടാവുക. ഹാർട്ട്ലി ആണെങ്കിൽ 2 ഇൻഡക്ടറും അതുപോലെ തന്നെ ഒരു കപ്പാസിറ്ററും ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് എൽ ഇക്വലന്റ് ഇൻറ്റു സി. 1/2π റൂട്ട് എൽ ഇക്വലന്റ് ഇൻറ്റു സി ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എത്രയാണ്? 1 മെഗാഹെർട്സ് ആണ്. സോ നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 1 മെഗാഹെർട്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് എൽ ഇക്വലന്റ് ഇൻറ്റു സി. ഓക്കെ, സോ വാട്ട് ഈസ് എൽ ഇക്വലന്റ്? എൽ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? L1 പ്ലസ് L2 ആണ്. സോ എൽ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2. എൽ ഇക്വലന്റ് ഈസ് L1 പ്ലസ് L2. ഓക്കെ, സോ ഇതൊന്ന് നമുക്ക് എല്ലും സിയും കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇതിൽ നമ്മൾ സി എന്നുള്ളത് ഒരു നോൺ പാരാമീറ്റർ ആയിട്ട് നമുക്കൊരു വാല്യൂ എടുക്കാം. വി ക്യാൻ ടേക്ക് സി ആസ് 0.1 മൈക്രോ ഫാരഡ് ഒരു വാല്യൂ നിങ്ങൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതിന്ന് എന്ത് ചെയ്യാം? എൽ ഇക്വലന്റ് കണ്ടുപിടിക്കുക. എൽ ഇക്വലന്റിന്റെ വാല്യൂ എന്ത് ചെയ്യാം? ഇതിന്ന് കണ്ടുപിടിക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു എൽ ഇക്വലന്റ് ഒരു 20 മില്ലി ഹെൻറി കിട്ടിക്കഴിഞ്ഞാൽ L1 L2 എത്രയായിരിക്കും? 10 മില്ലി ഹെൻറി വെച്ചായിരിക്കും. അത് നിങ്ങൾക്ക് ഡിസൈനിൽ ഏത് വാല്യൂ ആണെങ്കിലും സിക്ക് ചൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് എൽ ഇക്വലന്റ് കണ്ടുപിടിക്കുക. എൽ ഇക്വലന്റ് കിട്ടിക്കഴിഞ്ഞാൽ L1 L2 ഒരുപോലെ ഈക്വൽ ആയിട്ട് എടുക്കുക, ഹാഫ് ആയിട്ട് എടുക്കുക. സോ യു വിൽ ഗെറ്റ് L1 ആൻഡ് L2. സോ L1 L2 C. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട കമ്പോണൻസ് ആയി നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ ഡിസൈൻ ചെയ്തു. ഓക്കെ, സോ ഈ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ഡിസൈൻ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ,
ഓക്കെ, ഇനി സെക്കൻഡ് ഓർ ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് എസ് എ ക്വസ്റ്റ്യൻ. അത് ക്വസ്റ്റ്യൻ വായിക്കാം. ഡ്രോ ദി ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ക്രിസ്റ്റൽ. എക്സ്പ്ലെയിൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ. Given the parameters of a crystal as Ls equal to 0.8 Henry, Cs is equal to 0.08 picofarad, Rs is equal to 5 kilo ohm and Cp is equal to 1 picofarad. Determine the resonant frequencies. Resonant frequency കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യനിൽ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു എഫക്റ്റ് ആണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, സോ പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ യൂസ് ചെയ്യുന്നത്. സോ എന്താണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നോക്കാം. സോ the crystal exhibit the property that when a mechanical stress is applied any one of the faces of the crystal, അതായത് നമ്മളൊരു ക്രിസ്റ്റലിന് അക്രോസ് ആയിട്ട് ഒരു മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡെവലപ്ഡ് അക്രോസ് ദി ഓപ്പോസിറ്റ് ഫേസ്. അല്ലെങ്കിൽ തിരിച്ച് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ എന്ത് ചെയ്യും, ഒരു മെക്കാനിക്കൽ സ്ട്രെസ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ്, അല്ലെങ്കിൽ ഇത് വെച്ച് വർക്ക് ചെയ്യുന്ന ക്രിസ്റ്റലിനെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയും. സോ ഈ ക്വാർട്സ് ഒക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. സോ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാർട്സ് ക്രിസ്റ്റലൊക്കെ നമ്മൾ ആ ഒരു കാറ്റഗറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്രിസ്റ്റലിലേക്ക് ഒരു പ്രോപ്പർ ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നലിന്റെ AC സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്, the amplitude of the mechanical vibrations becomes maximum when the frequency of the applied alternating voltage is equal to the natural frequency. ആ ക്രിസ്റ്റലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ ഫ്രീക്വൻസിയും മാക്സിമം ആയി കഴിഞ്ഞാൽ എന്താവും, അത് വൈബ്രേഷൻ ചെയ്യും. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ആയിട്ട് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഇതാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. സോ രണ്ട് പ്ലേറ്റിനിടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിസ്റ്റൽ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്രിസ്റ്റലിന്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. ഇതാണ് ഒരു ക്രിസ്റ്റലിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ ഒരു സീരീസ് RLC സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പാരലൽ കപ്പാസിറ്റൻസ് CM എന്ന് പറയുന്ന ഒരു പാരലൽ കപ്പാസിറ്റൻസ് ഉണ്ട്. ഇതാണ് ക്രിസ്റ്റലിന്റെ മോഡലായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ സൈനസോഡൽ വോൾട്ടേജ് കൊടുക്കുന്നത്. സോ ഇതിന്റെ ഒരു ഓസിലേഷൻ ഫ്രീക്വൻസിയും ക്രിസ്റ്റലിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസിയും നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ സിഗ്നൽ ഫ്രീക്വൻസി മാച്ച്ഡ് ആവുമ്പോഴാണ് പ്രോപ്പർ ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ ആ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ക്രിസ്റ്റൽ എന്നാണ് ക്വസ്റ്റ്യൻ 1. സോ ക്രിസ്റ്റലിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ദെൻ എക്സ്പ്ലെയിൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് കാര്യങ്ങൾ, എങ്ങനെയാണ് ക്രിസ്റ്റലും എക്സ്റ്റേണൽ സോഴ്സും കണക്ട് ചെയ്യുന്നത്. ദെൻ if an AC voltage is applied, the crystal starts vibrating at the frequency of the applied voltage. However, if the frequency of the applied voltage is made equal to the natural frequency of the crystal, resonance takes place. അതായത് റെസണൻസ് ആണ്, RLC സർക്യൂട്ട് ആണ്, റെസണൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് സെക്കൻഡ് ആയിട്ട് എഴുതാം. പിന്നെ കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്, റെസണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ റെസണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2π√LC ആണ് ഇതിന്റെ റെസണൻസ് ഫ്രീക്വൻസി. സോ ശരിക്കും സീരീസ് ആൻഡ് പാരലൽ റെസണൻസ് രണ്ട് കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാമെങ്കിലും ഇതിൽ റെസണൻസ് ഫ്രീക്വൻസി രണ്ട് കേസിലും സെയിം ആയിട്ടാണ് വരുന്നത്. നോർമലി നമ്മൾ ഈ CMന്റെ വാല്യൂ ഈ CAക്കാളും കുറച്ച് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ അത് മനസ്സിലാവും. CP ആണ് ഇവിടെ CM എന്ന് പറയുന്നത്, ആൻഡ് CS ആണ് എന്ത്, C. അപ്പോൾ CP ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്, C ആണ്. സോ നമ്മൾ ഇതിൽ ഫ്രീക്വൻസി ഓഫ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ 1/2π√LC, അതായത് ഒരു ടാങ്ക് സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി ആണ് വരുന്നത്. L എന്ന് പറഞ്ഞാൽ LS, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, F is equal to 1/2π√L എന്ന് പറഞ്ഞാൽ LS 0.8 ഇൻറ്റു C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CS 0.08 പൈക്കോഫാരഡ്.
Pico എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഫ്രീക്വൻസി വാല്യൂ. ഓക്കെ, സോ അതാണ് ഡിറ്റർമൈൻ ദ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വാല്യൂ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് ക്വസ്റ്റ്യൻ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇനി അതിലുള്ള ബി ക്വസ്റ്റ്യൻ, how does negative feedback affect input and output impedance in feedback amplifier? അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ 4 ടോപ്പോളജീസ് ഉണ്ട്. സീരീസ് ഷണ്ട് സീരീസ്, ഷണ്ട് 4 ടോപ്പോളജി ഉണ്ട്. ഇതിലെങ്ങനെയാണ് ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻസ് ടു ദ ഇൻപുട്ട് ഇംപെഡൻസ്, വാട്ട് വിൽ ഹാപ്പൻസ് ടു ദി ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ടേബുലർ ഫോമിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 4 ടോപ്പോളജീസ് നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാം അല്ലേ? നമുക്ക് അറിയാവുന്ന ടോപ്പോളജീസ് ആണ് ഏതൊക്കെയാണ്? വോൾട്ടേജ് സീരീസിന്റെ വേറൊരു പേരാണ് എന്താണ് വേറൊരു പേര്? സീരീസ് ഷണ്ട്. കറണ്ട് സീരീസിന്റെ വേറൊരു പേരാണ് സീരീസ്. വോൾട്ടേജ് ഷണ്ടിന്റെ വേറൊരു പേരാണ് ഷണ്ട്. കറണ്ട് ഷണ്ട് എൻ്റെ വേറൊരു പേരാണ് ഷണ്ട് സീരീസ്. ഓക്കെ, സോ 4 ടോപ്പോളജി നമ്മുടെ കയ്യിലുണ്ട്. സോ വാട്ട് വിൽ ഹാപ്പൻസ് ടു ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് വാട്ട് വിൽ ഹാപ്പൻസ് ടു ഔട്ട്പുട്ട് ഇംപെഡൻസ് ഇൻ ദീസ് 4 കേസസ്? ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ഒന്നുകിൽ ഇൻപുട്ട് ഇംപെഡൻസ് കൂടാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസ് കുറയാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് കൂടാം കുറയാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്തുള്ള പോസിബിലിറ്റി. അപ്പോൾ കൂടുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഇൻറ്റു എന്തായിരിക്കും? 1 + ABT ആയിരിക്കും. ഇൻറ്റു 1 + ABT ആയിരിക്കും. ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിവൈഡഡ് ബൈ 1 + ABT ആയിരിക്കും. സോ ഈ 1 + ABT ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി സീരീസ് ഷണ്ട് വളരെ സീരീസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സീരീസ് ഷണ്ട് ഇൻപുട്ട് സൈഡിൽ സീരീസ്, ഔട്ട്പുട്ട് സൈഡിൽ എന്താണ്? ഷണ്ട്. അപ്പോൾ സീരീസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻസ് ടു ഇംപെഡൻസ്? സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇംപെഡൻസ് എന്ത് ചെയ്യും? കൂടില്ലേ? അപ്പോൾ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 1 + ABT. അപ്പോൾ ഇൻപുട്ട് ഇംപെഡൻസ് എന്ത് ചെയ്തു? ഇൻറ്റു 1 + ABT ആയി. ഔട്ട്പുട്ടിൽ കണക്ഷൻ ഷണ്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇംപെഡൻസ് കുറയും. സോ ഡിവൈഡഡ് ബൈ 1 + ABT. നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ ഓർത്ത് വെച്ചൂടെ? സീരീസ് വന്നാൽ കൂടുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1 + ABT. ഷണ്ട് വന്നു കഴിഞ്ഞാൽ കുറയും എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 1 + ABT. ഇനി സീരീസ് നോക്കിയും, ഇൻപുട്ടിലും സീരീസ്, ഔട്ട്പുട്ടിലും സീരീസ്. സോ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. സോ 2 സൈഡിലും കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 1 + ABT, ഇൻപുട്ട് സൈഡിൽ ഇൻറ്റു 1 + ABT, ഔട്ട്പുട്ട് സൈഡിൽ. സോ രണ്ടും കൂടി. ഇനി ഷണ്ട് ഇൻപുട്ടിലും ഷണ്ട്, ഔട്ട്പുട്ടിലും ഷണ്ട്. സോ രണ്ടും കുറയല്ലേ ചെയ്യുക. സോ രണ്ടും കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1 + ABT അല്ലേ? സോ ഇൻപുട്ട് സൈഡിൽ ഡിവൈഡ് ബൈ 1 + ABT, ഔട്ട്പുട്ട് സൈഡിൽ ഡിവൈഡ് ബൈ 1 + ABT. ഷണ്ട് സീരീസ്, ഇൻപുട്ടിൽ ഷണ്ട്, ഔട്ട്പുട്ടിൽ സീരീസ്. സോ ഇൻപുട്ടിൽ ഷണ്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്ത് ചെയ്യും? കുറയും. ഡിവൈഡ് ബൈ 1 + ABT. ഔട്ട്പുട്ടിൽ സീരീസ്, ഔട്ട്പുട്ട് കൂടും. സോ ഇൻറ്റു 1 + ABT. സോ വളരെ സിമ്പിൾ ആണ്. അതായത് 4 ടോപ്പോളജി, അതിന്റെ പേര് അറിഞ്ഞിരിക്കുക. സീരീസ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 1 + ABT. ഷണ്ട് ആണെങ്കിൽ കുറയുന്നു. സോ ഡിവൈഡഡ് ബൈ 1 + ABT. സോ ഇൻറ്റു 1 + ABT ആണോ ഡിവൈഡ് ബൈ 1 + ABT ആണോ എന്നുള്ളത് നിങ്ങളുടെ ടോപ്പോളജി നെയിം വെച്ചിട്ട് നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങൾ ഈ ഒരു 4 ടോപ്പോളജീസിൻ്റെയും ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസിലുള്ള ചേഞ്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ 6 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഇതാണ് മൊഡ്യൂൾ 4-ലെ പാർട്ട് എ, പാർട്ട് ബി ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ മൊഡ്യൂൾ 5-ൻ്റെ സൊല്യൂഷനായിട്ട് വരാം. സോ ടിൽ ദെൻ, താങ്ക് യു.